ഹായ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം എറർ ആണ് പഠിച്ചതല്ലേ? അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഓർമ്മയിലുണ്ടല്ലോ. അപ്പോൾ എറർ ഒരു രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മിലുള്ള എറർ, പിന്നെ ഡിഫറൻസിലുള്ള എറർ, മൾട്ടിപ്ലിക്കേഷനിലെ എറർ, ഡിഫറൻസിലുള്ള എറർ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? സോ വാട്ട് ഈസ് എ എറർ ഇൻ ദ സം? What is a maximum error in a sum of two numbers, delta A plus delta B? എന്ന് പറഞ്ഞാൽ എന്താണ്? Error in the first number plus error in the second number. Then what is a maximum mistake in the difference between two numbers? Mistake in first number plus mistake in second number. Okay. Then what about product? Relative error in final answer is equal to relative error in first number plus relative error in second number. Okay, so delta Z by Z is equal to delta A by A plus delta B by B. So it is a final result you got. Then what about the quotient? There also the same result. Delta Z by Z is equal to delta A by A plus delta B by B. Okay, now നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദാറ്റ്. സോ സൂക്ഷിച്ചിരിക്കണം. നമുക്ക് എൻട്രൻസിനെല്ലാം ഇതിൽ നിന്ന് കൃത്യമായിട്ടും പ്രോബ്ലംസ് കാണും. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കേണ്ടതാണ്. എറർ സെക്ഷൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടിരിക്കുക. പേനയൊക്കെ എടുത്ത് നമ്മൾ എഴുതി പഠിക്കാനായിട്ടുള്ള റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? അപ്പോൾ നമ്മുടെ ആദ്യത്തെ സംഭവം ഒരു കൊച്ചു സാധനമാണ്. വാട്ട് ഈസ് എ എറർ ഇൻ എ സ്ക്വയർ? എ സ്ക്വയറിനകത്തുള്ള മിസ്റ്റേക്ക് എന്താണെന്ന്. എ സ്ക്വയർ എന്ന് എഴുതിയാൽ what is a mistake in it? അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഒരു കാര്യം പറയാം. എ ഇൻറ്റു ബിയുടെ ആൻസർ ആയിരുന്നു ഇസഡ് അല്ലേ? ഇസഡ് ഈക്വൽ ടു എ ഇൻറ്റു ബി ആയിരുന്നെങ്കിൽ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി അല്ലായിരുന്നോ? ആയിരുന്നു. അതുപോലെ നമുക്ക് എ സ്ക്വയറിനകത്തുള്ള മിസ്റ്റേക്ക് എന്തെന്നാണ് ക്വസ്റ്റ്യൻ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ അല്ലേ? അപ്പോൾ ഈ എ ഇൻറ്റു എ നിങ്ങൾ ഇസഡ് എന്ന് വിളിച്ചോളൂ. അപ്പോൾ ഇവിടെ ഇസഡ് ഈക്വൽ ടു എ ബി ആയിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എന്ന് എഴുതും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇസഡ് ഈക്വൽ ടു എ ഇൻറ്റു എ ആണെങ്കിൽ എങ്ങനെ എഴുതും? പറയൂ. ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു പറയൂ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. അതുപോലെ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ എ ബൈ എ. പറയൂ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ എ ബൈ എ. അപ്പോൾ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഡെൽറ്റ എ ബൈ എ. അപ്പോൾ നിങ്ങളുടെ ആൻസർ ആയി. സോ വാട്ട് ഈസ് യുവർ ആൻസർ? വാട്ട് ഈസ് എ റിലേറ്റീവ് എറർ ഇൻ എ സ്ക്വയർ? വാട്ട് ഈസ് എ റിലേറ്റീവ് എറർ ഇൻ എ സ്ക്വയർ? 2 ടൈംസ് ഡെൽറ്റ എ ബൈ എ. വലിയ പാടായിട്ട് തോന്നിയോ? ഒന്നുകൂടെ ഞാൻ പറയാം. See, last day we studied Z is equal to, see, we had two numbers A, B, alle? So, we wrote AB equal to Z എന്ന് എഴുതി ആണല്ലോ. Then, what is the relative error in final answer? പറയൂ. Delta Z by Z is equal to delta A by A plus delta B by B. ഇതിന് ഡൗട്ട് ഒന്നും ആർക്കും ഇല്ല. Then, here the question is, what is the mistake in A square? What is some relative error in A square? So A square is what? A into A. So A into A can be taken as Z. So what is a mistake in A into A? So what is a mistake in A into B? So answer is delta A by A plus delta B by B. So like that, what is a mistake in A into A? So delta Z by Z is equal to, tell me, delta A by A plus delta A by A. Then is equal to 2 times delta A by A. വല്ല പാടുണ്ടോ? എന്താണ്? സി എക്ക് പകരം എ തന്നെ, ബിക്ക് പകരം എ തന്നെ. സോ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എന്നെഴുതിയതിന് പകരം ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ എ ബൈ എ. സോ യു ആർ ഗെറ്റിംഗ് 2 ടൈംസ് ഡെൽറ്റ എ ബൈ എ. ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. സി ഇവിടുത്തെ ഈ സാധനം ഒന്ന് നോക്കിയേ, ഇതൊന്ന് നോക്കിയേ. വാട്ട് ഈസ് എ പവർ ഹിയർ? 1 അല്ലേ? 1 ആണ്. ഇവിടുത്തെ പവർ എത്രയാ? 1. അപ്പോൾ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് എഴുതാൻ പറഞ്ഞാൽ ഇതാണ് സംഭവം. 1 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് 1 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി എന്നാണ് ആൻസർ. ഇത് തന്നെയല്ലേ ഈ എഴുതിയിരിക്കുന്നത്?
അപ്പോൾ നോക്കൂ, ഇസഡ് ഈക്വൽ ടു എ ബി ആണെങ്കിൽ പവർ അങ്ങോട്ട് എഴുതുക. അപ്പോൾ 1 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് 1 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി എന്ന് നമുക്ക് എഴുതാം. അത് തന്നെയല്ലേ ഈ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഞാനിപ്പോൾ ചോദിച്ചത് എ സ്ക്വയർ അല്ലെങ്കിൽ എ ഇൻറ്റു എയുടെ ആൻസർ എത്രയെന്നാണ് അല്ലേ. അപ്പോൾ എ ഇൻറ്റു എ എങ്ങനെ എഴുതും? ഇതാണ് ഇസഡ്, ഇസഡ് ആണിത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു 1 ഇവിടെ 1 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് 1 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. സോ വാട്ട് ഈസ് യുവർ ആൻസർ? 2 ടൈംസ് ഡെൽറ്റ എ ബൈ എ അല്ലേ. ഇതല്ലേ സിമ്പിൾ. ഇനി ഇത്ര കൂടെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇസഡ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ അല്ലേ. അപ്പൊ ഇവിടെ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് കാണാൻ പറഞ്ഞാൽ ഇവിടുത്തെ നമ്പർ പറയുക 2 അല്ലേ, ഇൻറ്റു ഡെൽറ്റ എ ബൈ എ എന്നങ്ങ് എഴുതുന്നല്ലേ ഏറ്റവും സിമ്പിൾ. അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു എ സ്ക്വയറിനകത്തുള്ള മിസ്റ്റേക്ക് കാണാൻ പറഞ്ഞാൽ ഇവിടുത്തെ പവർ ആദ്യം എഴുതുക 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. അപ്പോഴങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ മിസ്റ്റേക്ക് ഇൻ എ ക്യൂബ് എന്ന് ചോദിച്ചാലോ? എ ക്യൂബിന്റെ അകത്തുള്ള മിസ്റ്റേക്ക് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയൂ. വാട്ട് ഈസ് എ മിസ്റ്റേക്ക് ഇൻ എ ക്യൂബ്? അപ്പൊ എങ്ങനെ പറയും? ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു പറയൂ 3 ടൈംസ് ഡെൽറ്റ എ ബൈ എ. ബുദ്ധിമുട്ടുണ്ടോ? ഇനി വാട്ട് ഈസ് എ മിസ്റ്റേക്ക് ഇൻ എ റൈസ് ടു 5? ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു പറയൂ, റിലേറ്റീവ് എററാണ്, 5 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. ഇങ്ങനെ എഴുതാൻ നിങ്ങളെ കൊണ്ടൊക്കൂലേ. സോ വാട്ട് ഈസ് എ മിസ്റ്റേക്ക് ഇൻ എ റൈസ് ടു 1/2? ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. എന്തെങ്കിലും പാടായിട്ട് തോന്നിയാ? സിമ്പിൾ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു നമ്പർ ഉണ്ട്. വാട്ട് ഈസ് ദ നമ്പർ ഹിയർ? 3. സോ വാട്ട് ഈസ് എ മിസ്റ്റേക്ക് ഇൻ ദിസ്? എ ക്യൂബ് കണ്ടുപിടിക്കുമ്പോൾ എ ഈസ് എ മെഷേർഡ് വാല്യൂ. എ ക്യൂബ് കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് എത്ര റിലേറ്റീവ് എറർ വരും? ഇതാണ് സംഭവം. അപ്പൊ 3 ടൈംസ് ഡെൽറ്റ എ ബൈ എ. ഇനി എ ഈസ് എ മെഷേർഡ് വാല്യൂ. എ റൈസ് ടു 5 കണ്ടുപിടിക്കുമ്പോൾ വാട്ട് ഈസ് എ മിസ്റ്റേക്ക് ഇൻ ഇറ്റ്? വാട്ട് ഈസ് എ റിലേറ്റീവ് എറർ ഇൻ ഇറ്റ്? പറയൂ. 5 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. സോ എ ഈസ് എ മെഷേർഡ് വാല്യൂ. സോ എ റൈസ് ടു 1/2 കണ്ടുപിടിക്കുമ്പോൾ വാട്ട് ഈസ് എ റിലേറ്റീവ് എറർ ഇൻ ഇറ്റ്? സോ 1/2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ. എന്തെങ്കിലും പാടായിട്ട് തോന്നുന്നോ? സിമ്പിൾ അല്ലേ ഇത്? അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം. ഇനി ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. നോക്കൂ, സിമ്പിളായിട്ടാണ്, ഇത് കോംപ്ലക്സ് ആക്കരുത്. നോക്കൂ, ഇതിനകത്തുള്ള മിസ്റ്റേക്ക് പറയണം, റിലേറ്റീവ് എറർ പറയണം. റിലേറ്റീവ് എറർ എത്ര? സോ വാട്ട് ഈസ് എ റിലേറ്റീവ് എറർ? സി വി ഹാവ് എ സ്ക്വയർ ബി ക്യൂബ് സി റൈസ് ടു 5. പറയൂ, വാട്ട് ഈസ് എ റിലേറ്റീവ് എറർ? 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് 5 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി. എന്തായാലും പാടണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ റിലേറ്റീവ് എറർ? വാട്ട് ഈസ് എ റിലേറ്റീവ് എറർ? നോക്കിക്കോളൂ. വാട്ട് ഈസ് എ റിലേറ്റീവ് എറർ? ഇൻ എ സ്ക്വയർ ബി റൈസ് ടു -3 സി റൈസ് ടു -8. ഇതിനകത്തുള്ള മിസ്റ്റേക്ക് എത്രയാണ്? വാട്ട് ഈസ് എ റിലേറ്റീവ് എറർ? അപ്പൊ ആദ്യം ഇതിനെ നമുക്ക് ഈ പവറുകളെല്ലാം അങ്ങോട്ട് പോസിറ്റീവ് ആക്കുക. നോക്കൂ, അപ്പൊ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി റൈസ് ടു 3 ഇനി സി റൈസ് ടു 8 എന്നാക്കുക. ഇനി നമ്മൾ പ്രോഡക്റ്റ് ആയാലും ഇപ്പൊ ഇത് കോഷ്യന്റ് ഫോമിലായില്ലേ. പ്രോഡക്റ്റ് ആയാലും കോഷ്യന്റ് ആയാലും ഫൈനൽ ആൻസർ ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഫോമിലല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ ഇതിന്റെ ആൻസർ എഴുതാൻ പോവാണേ. സോ ഡെൽറ്റ ഇസഡ് ബൈ ഇസഡിന്റെ ആൻസർ എത്രയാ? 2 ടൈംസ് പറയൂ ഡെൽറ്റ എ ബൈ എ. ഇനി എന്ത് വരും? പ്ലസ്, എല്ലാം പ്ലസേ വരൂ. ദെൻ 3 ടൈംസ് ഡെൽറ്റ ബി ബൈ ബി പ്ലസ് 8 ടൈംസ് ഡെൽറ്റ സി ബൈ സി എന്ന് എഴുതണം. കൺഫ്യൂഷൻ ആകരുത്. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ നെഗറ്റീവ് പവേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ വേറെ ചിന്തയൊന്നും വേണ്ട. ഈ നെഗറ്റീവ് പവറിനെ എങ്ങനെ പോസിറ്റീവ് ആക്കും? അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതിയാൽ പോസിറ്റീവ് പവർ ആകും. ഇനി വേറെ ഒന്നും വേണ്ട. 2 ടൈംസ് ഡെൽറ്റ എ ബൈ എ പ്ലസ്, എല്ലാം പ്ലസ് ഇടൂ. പ്ലസ് എന്താ എല്ലാം പ്ലസ് വന്നേ? നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിനകത്ത് പ്രോഡക്റ്റ് ആയാലും കോഷ്യന്റ് ആയാലും ഫൈനൽ ആൻസർ സെയിം ആയിരുന്നു. അപ്പം നേരത്തെ ഇതെല്ലാം പ്രോഡക്റ്റ് ആയിട്ട് കിടക്കുന്നു. ഇതിപ്പോൾ കോഷ്യന്റ് ഫോമിൽ കിടക്കുകയാണ്. എങ്ങനെ കിടന്നാലും ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി, ആ ഇടയ്ക്ക് വരുന്നത് സൈൻ പോസിറ്റീവ് വരൂ. അപ്പോൾ പറയൂ, ഇപ്പോൾ 2 ടൈംസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് 3 ടൈംസ് ഡെൽറ്റ ബി ബൈ ബി പ്ലസ് 8 ടൈംസ് ഡെൽറ്റ സി ബൈ സി എന്ന് എഴുതണം. മനസ്സിലായോ? ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം. സോ വാട്ട് ഈസ് എ റിലേറ്റീവ് എറർ? ഇനി തെറ്റിക്കരുത്. വാട്ട് ഈസ് ദ റിലേറ്റീവ് എറർ ഇൻ? ഇതാണ് എ റൈസ് ടു 1/2 ബി ക്യൂബ് സി റൈസ് ടു -3. ഇതാണ്. സോ ഇതിനാദ്യം മാറ്റണം. സീക്വൽ ടു എ റൈസ് ടു 1/2 പറയൂ ബി ക്യൂബ്
c⁻³ എന്നാണ്. അതിനെ താഴെ കൊണ്ടുവരൂ. എന്ത് വരും പറയൂ? ഡിവൈഡഡ് ബൈ c⁻3. ഓക്കെ. ദെൻ വാട്ട് ഈസ് ആൻസർ ഓഫ് റിലേറ്റീവ് എറർ? പറയൂ. റിലേറ്റീവ് എറർ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയൂ, ഹാഫ് ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് പറയൂ 3 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി. ഇപ്പം ഈ ഫോമിൽ നിങ്ങൾ എഴുതിക്കൊള്ളണം. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഹാഫ് ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി. ഇത് തെറ്റിക്കരുത്. ഇപ്പം നെഗറ്റീവ് പവർ നമുക്ക് ഇഷ്ടമേ അല്ല, നമുക്ക് പോസിറ്റീവ് പവറിനെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഓക്കെ, പോസിറ്റീവ് പവർ ആക്കുക, ചുമ്മാ എല്ലാം ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് എറർ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് എൻട്രൻസിനും ആവശ്യം പോലെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ ആ നോട്ട്സിലുള്ള പ്രോബ്ലമാണ്, ഞാൻ ഈ പറഞ്ഞൊന്ന് നോട്ടിലുള്ളതല്ല. നോക്കൂ, അതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കും നിങ്ങൾ. ജനറലി ഇഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചേ, വായിച്ചോ? എന്താണ്? ഇഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എ റൈസ് ടു പി ബി റൈസ് ടു ക്യൂ ഡിവൈഡഡ് ബൈ സി റൈസ് ടു ആർ. സി എന്താണ്? എ റൈസ് ടു പി ബി റൈസ് ടു ക്യൂ ഡിവൈഡഡ് ബൈ സി റൈസ് ടു ആർ ഈസ് ഇസഡ്. ഇത് ഇസഡ് ആണ്. വാട്ട് ഈസ് റിലേറ്റീവ് എറർ? ഇതാണ് ക്വസ്റ്റ്യൻ. പറയൂ. ഇനി ബുദ്ധിയൊക്കെ ഉണ്ട്, അജേഷിനൊക്കെ പറയാൻ പറ്റും. പറയൂ. ഡെൽറ്റ ഇസഡ് is by z is equal to, this is relative error, is equal to പറയൂ p into delta a by a plus q into delta b by b plus r into delta c by c. വല്ല പ്രയാസം തോന്നിയോ? സിമ്പിൾ അല്ലേ? പറ, ചുമ്മാ പറയൂ. p into delta a by a plus q into delta b by b plus r into delta c by c. ഇനി അടുത്ത നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഈ മോഡൽ ചെയ്ത് തീർത്തിട്ട് അതിലേക്ക് വരാം. താഴെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് വായിക്കൂ. ഫൈൻഡ് ദ റിലേറ്റീവ് എറർ ഇൻ ഇസഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. വായിക്കൂ. അത് വായിച്ചോ? ഫൈൻഡ് ദ റിലേറ്റീവ് എറർ ഇൻ ഇസഡ്. സോ ഇസഡ് ഈസ് ഈക്വൽ ടു എ റൈസ് ടു 4 ബി റൈസ് ടു 1/3 സി റൈസ് ടു 1 ഡി റൈസ് ടു 3/2. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതല്ലേ വാട്ട് ഈസ് എ റിലേറ്റീവ് എറർ? പെട്ടെന്ന് പറയും. ഇവിടെ 1 ആണല്ലേ. അപ്പൊ വാട്ട് ഈസ് എ റിലേറ്റീവ് എറർ? ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു പറയൂ 4 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് 1/3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് അടുത്ത ഇവിടെ 1 ആണ് 1 ഇൻറ്റു പറയൂ ഡെൽറ്റ സി ബൈ സി പ്ലസ് അടുത്ത പറയൂ 3/2 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് സംഭവം. പറയൂ. ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് 1/3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി പ്ലസ് 1 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി പ്ലസ് 3/2 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി. കൊള്ളാം. ഇനി നമുക്ക് അടുത്ത അതിൻ്റെ വേറൊരു പ്രോബ്ലം അതിൻ്റെ അടുത്ത പേജിലുണ്ട്. വായിക്കൂ. വാട്ട് ഈസ് എ പെർസെൻറ്റേജ് എറർ ഇൻ എ സ്ക്വയർ ബൈ ബി ക്യൂബ്? റിലേറ്റീവ് എറർ അല്ല ചോദ്യം. വായിക്കൂ. വാട്ട് ഈസ് എ percentage error? What is a percentage error? Percentage error in a square divided by b cube. ഇതാണ് ക്വസ്റ്റ്യൻ. So what is a percentage error in a square by b cube? Relative error കാണാൻ അറിയാം. Relative error കാണാൻ അറിയാമെങ്കിൽ അതിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് ഒരു പെർസെന്റ് ഇട്ടാൽ പോരെ? അപ്പൊ എന്തായി? പെർസെന്റ് എറർ ആയില്ലേ? അപ്പൊ പെർസെന്റ് എറർ കാണാൻ എന്ത് ചെയ്യും? റിലേറ്റീവ് എറർ ആദ്യം കാണുക. അതിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി? 100 കൊണ്ട് അങ്ങ് ഇൻറ്റു ചെയ്താൽ മതി. സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ എഴുതാൻ പോവാണ് പെർസെൻറ്റേജ് എറർ ഈസ് ഈക്വൽ ടു പറയൂ. നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. റിലേറ്റീവ് എററിന്റെ ആൻസർ ആദ്യം പറ. 2 ഇൻറ്റു എല്ലാം പോസിറ്റീവ് പവർ ആണ്. അപ്പൊ നോ വറി. സോ 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് അടുത്ത പറയൂ 3 ഇൻറ്റു പറയൂ ഡെൽറ്റ ബി ബൈ ബി ദ ഹോൾ മൾട്ടിപ്ലൈഡ് ബൈ 100 then percent. അല്ല പാടും തോന്നിയാ? ഇല്ല, ഒരു പാടുമില്ല. സി അടുത്ത് ഇതിനെ ഓരോന്നിനെ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ 2 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100% പ്ലസ് 3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100%. പേടിച്ചില്ലല്ലോ? ഇനി ബാക്കി സീക്വൽ ടു 2 ഇൻറ്റു ഈ ഡെൽറ്റ എ ബൈ എ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എറർ ഇൻ എ അല്ലേ?
അപ്പൊ റിലേറ്റീവ് എറർ ഇൻ എ, അപ്പൊ റിലേറ്റീവ് എറർ ഇൻ എ ഇൻറ്റു 100% പ്ലസ് 3 ഇൻറ്റു പറയൂ what is delta b by b? It is a relative error in b. അപ്പോൾ relative error in b, relative error in b into 100%. Then ബാക്കി പറയും 2 into relative error into 100 എന്താണ്? relative error 100% കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്തായി? പെർസെൻ്റ് എറർ ആയില്ലേ? സോ റിലേറ്റീവ് എറർ ഇൻ എ ഇൻറ്റു 100% എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് എറർ ഇൻ എ എന്നായി. പ്ലസ് 3 ഇൻറ്റു റിലേറ്റീവ് എറർ ഇൻ ബി ഇൻറ്റു 100% എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് എറർ ഇൻ ബി. സോ പെർസെൻറ്റേജ് എറർ ഇൻ ബി. ഇപ്പൊ എന്തെങ്കിലും തോന്നുന്നോ നോക്കൂ. സി വാട്ട് ഈസ് എ പെർസെൻറ്റേജ് എറർ ഇൻ എ സ്ക്വയർ ബൈ ബി ക്യൂബ്? ഞാൻ ആൻസർ പറയട്ടെ. 2 ടൈംസ് പെർസെൻറ്റേജ് എറർ ഇൻ എ പ്ലസ് 3 ടൈംസ് പെർസെൻറ്റേജ് എറർ ഇൻ ബി. അതല്ലേ കിട്ടിയത്. അപ്പോൾ സ്റ്റെപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ആൻസർ കിട്ടൂലേ? എന്താണ് പറയും? വാട്ട് ഈസ് എ പെർസെൻറ്റേജ് എറർ ഇൻ എ സ്ക്വയർ ബൈ ബി ക്യൂബ്? നിങ്ങൾ തന്നെ പറ. പെർസെൻറ്റേജ് എറർ ആണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ ഫൈനൽ ആൻസറിൽ പെർസെൻറ്റേജ് എറർ എന്ന് എഴുതുക. റിലേറ്റീവ് എറർ എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഫൈനൽ ആൻസറിൽ റിലേറ്റീവ് എറർ എഴുതുക. സോ ഗവേഷണം നടത്തണ്ട. വാട്ട് ഈസ് എ പെർസെൻറ്റേജ് എറർ ഇൻ എ സ്ക്വയർ ബൈ ബി ക്യൂബ്? ഫൈനൽ ആൻസർ ഐ വാണ്ട് 2 ടൈംസ് പെർസെൻറ്റേജ് എറർ ഇൻ എ പ്ലസ് 3 times percentage error in B. Then what is a relative error in A square by B cube എന്നായിരുന്നെങ്കിലോ? 2 times relative error in A plus 3 times relative error in B. So once again ഞാൻ ഇവിടെ എഴുതും, നിങ്ങൾ അതിൻ്റെ ആൻസർ പറയണം. സി ഇതാണ് ക്വസ്റ്റ്യൻ. ഇതൊന്നും നമുക്ക് വേണ്ട. So listen properly. What is a relative error in A square by B cube? ഇതാണ് ക്വസ്റ്റ്യൻ. See how will you write answer? So answer പറയൂ. 2 times 2 into relative error in പറയൂ 2 into relative error in A plus 3 into relative error in B. Am I right? ഇതാണ് ആൻസർ. ഓക്കെ. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് സൈഡിലോട്ട് മാറ്റി എഴുതാം. ഇതിന്റെ വേറൊരു ഫോം പറയൂ. ഇതിനെ എങ്ങനെ എഴുതാം പറയൂ. 2 into റിലേറ്റീവ് എറർ ഇൻ എ എന്താണ്? ഡെൽറ്റ എ ബൈ എ പ്ലസ് 3 into റിലേറ്റീവ് എറർ ഇൻ ബി എന്താണ്? ഡെൽറ്റ ബി ബൈ ബി. അപ്പൊ ഇതിനെ ഇങ്ങനെ എഴുതാം. ഇത് നമുക്കറിയാം. അപ്പൊ രണ്ട് രീതിയിലും അറിയണം. സോ വാട്ട് ഈസ് റിലേറ്റീവ് എറർ ഇൻ എ സ്ക്വയർ ബൈ ബി ക്യൂബ്? 2 ടൈംസ് റിലേറ്റീവ് എറർ ഇൻ എ പ്ലസ് 3 ടൈംസ് റിലേറ്റീവ് എറർ ഇൻ ബി. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ ഇതിനെ മാത്തമാറ്റിക്കലി എഴുതിയാൽ 2 into റിലേറ്റീവ് എറർ ഇൻ എ എന്താണ്? ഡെൽറ്റ എ ബൈ എ പ്ലസ് 3 into റിലേറ്റീവ് എറർ ഇൻ ബി എന്താണ്? ഡെൽറ്റ ബി ബൈ ബി. ആൻസർ എഴുതി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിലോ, വാട്ട് ഈസ് എ പെർസെൻറ്റേജ് എറർ ഇൻ എ സ്ക്വയർ ബൈ ബി ക്യൂബ് എന്നാണ് അവർ ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ എഴുതും പറയൂ. പെർസെൻറ്റേജ് ആൻസർ എഴുതാൻ പോവാണ്. ആൻസർ എഴുതാൻ പോകുന്നു. പറയൂ. 2 into പെർസെൻറ്റേജ് എറർ ഇൻ പറയൂ. 2 into പെർസെൻറ്റേജ് എറർ ഇൻ എ പ്ലസ് 3 into പറയൂ പെർസെൻറ്റേജ് എറർ ഇൻ ബി. ഫൈനൽ ആൻസർ ആയി. ഇനി അടുത്ത ഞാൻ എഴുതാൻ പോവാണ്. 2 into ഇതിനെ ഫോം മാറ്റുകയാണ്. പെർസെൻറ്റേജ് എറർ ഇൻ എ എങ്ങനെ എഴുതും? റിലേറ്റീവ് എറർ ഇൻ എ ഇൻറ്റു 100% പ്ലസ് 3 into പെർസെൻറ്റേജ് എറർ ഇൻ ബി എങ്ങനെ എഴുതും? റിലേറ്റീവ് എറർ ഇൻ ബി ഇൻറ്റു 100%. റിലേറ്റീവ് എറർ ഇൻ ബി ഇൻറ്റു 100%. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ? അപ്പോൾ ഒന്നുകൂടെ. സി വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ എ സ്ക്വയർ ബൈ ബി ക്യൂബ് എങ്ങനെ എഴുതും? 2 into പെർസെൻറ്റേജ് എറർ ഇൻ എ പ്ലസ് 3 into പെർസെൻറ്റേജ് എറർ ഇൻ ബി. ദെൻ പെർസെൻറ്റേജ് എറർ ഇൻ എ എങ്ങനെ എഴുതാം? റിലേറ്റീവ് എറർ ഇൻ എ ഇൻറ്റു 100%. ദെൻ പെർസെൻറ്റേജ് എറർ ഇൻ ബി എങ്ങനെ എഴുതാം? റിലേറ്റീവ് എറർ ഇൻറ്റു 100%. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി ഇതിനെ മാത്തമാറ്റിക്കലി ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി നിങ്ങൾ പറയണം. സീക്വൽ ടു എങ്ങനെ എഴുതുമെന്ന് പറയൂ. ഇതെങ്ങനെ എഴുതും? 2 into പറയൂ റിലേറ്റീവ് എറർ ഇൻ എ എങ്ങനെ എഴുതും? ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100% പ്ലസ് ബാക്കി പറയൂ 3 into റിലേറ്റീവ് എറർ ഇൻ ബി എന്താണ്? ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100%. എന്തെങ്കിലും പാടുണ്ടോ? അപ്പോൾ ഞാൻ ബോഡി കിടക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ പറയണം ആൻസർ. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നു. ഓക്കെ. സോ വാട്ട് ഈസ് എ റിലേറ്റീവ് എറർ ഇൻ എ സ്ക്വയർ ബൈ ബി ക്യൂബ്? എങ്ങ് നോക്കരുത്. പറയൂ. 2 into റിലേറ്റീവ് എറർ ഇൻ എ പ്ലസ്
3 ഇൻറ്റു റിലേറ്റീവ് എറർ ഇൻ ബി. കുഴപ്പമില്ല, അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി റിലേറ്റീവ് എറർ ഇൻ എ എങ്ങനെ മാത്തമാറ്റിക്കലി എഴുതും? ഡെൽറ്റ എ ബൈ എ. റിലേറ്റീവ് എറർ ഇൻ ബി എങ്ങനെ മാത്തമാറ്റിക്കലി എഴുതും? ഡെൽറ്റ ബി ബൈ ബി. ഇനി അതാണ് എഴുതിയത്, കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത്, വാട്ട് ഈസ് എ പേഴ്സൻ്റെ എറർ ഇൻ എ സ്ക്വയർ ബൈ ബി ക്യൂബ്? നിങ്ങൾ എങ്ങനെ എഴുതും? പറയൂ. പേഴ്സൻ്റെ എറർ ഇൻ ഈ സാധനം ഈക്വൽ ടു പറയൂ 2 ടൈംസ് പേഴ്സൻ്റെ എറർ ഇൻ എ പ്ലസ് 3 ടൈംസ് പേഴ്സൻ്റെ എറർ ഇൻ ബി. കണ്ടോ? ഇനി പേഴ്സൻ്റെ എറർ ഇൻ എ എങ്ങനെ എഴുതും? റിലേറ്റീവ് എറർ ഇൻറ്റു 100%. ഇനി പേഴ്സൻ്റെ എറർ ഇൻ ബി എങ്ങനെ എഴുതും? റിലേറ്റീവ് എറർ ഇൻ ബി ഇൻറ്റു 100%. അതാണ് ഈ എഴുതിയത്. ഇനി അടുത്ത്, റിലേറ്റീവ് എറർ ഇൻ എ മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതും? ഡെൽറ്റ എ ബൈ എ. ഇനി റിലേറ്റീവ് എറർ ഇൻ ബി എങ്ങനെ എഴുതും? ഡെൽറ്റ ബി ബൈ ബി. ഇസ് ഇറ്റ് ക്ലിയർ? ഞാൻ ഇനി പറയണോ? ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയിക്കൂടെ? ഇനി അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, വായിക്കൂ. നമ്മുടെ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് തുടങ്ങുന്ന ഒരു പ്രോബ്ലം. നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ. വായിക്കൂ. വായിച്ചോ? വായിക്കോളൂ. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി Z is equal to a square b cube c raised to 4 d raised to 1 by 2. See, physical quantity Z is equal to a square b cube c raised to 4 d raised to 1 by 2. Then percentage error in A equal to 1%. Percentage error in B 2%. Percentage error in C 3%. Percentage error in percentage error in D 4%. Then what is a percentage error in Z? Percentage error in Z. How much? This is a question. Very, very simple question. By examiner ഈ മോഡൽ ചോദിക്കും. So listen here. Z equal to a square b cube c raised to 4 d raised to 1 by 2. So what is the percent error in A? 1%. Percent error in B 2%. Percent error in C 3%. Percent error in D 4%. What is the percent error in final answer? Okay, tell me. Percentage error in പെട്ടെന്ന് പറയണം. Percentage error in Z. കാണാൻ പറയൂ. 2 times percentage error in പറ 2 into percent error in A plus 3 എല്ലാം പോസിറ്റീവ് പവർ ആണ്. 3 into percentage error in B plus അടുത്ത് 4 into പറയൂ 4 into percentage error in C plus half into percentage error in D. ഇനി ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. See, 2 into what is a percent error in A? 1%. Plus 3 into what is a percent error in B? 2%. Then plus 4 into what is a percent error in C? 3%. Plus half into what is a percent error in D? 4%. ഒരു പ്രയാസമില്ല. See, 2 into 1 2% plus 3 into 2 6% plus 4 into 3 12% plus 2%. So listen, 12 14 20 22. So what is your answer? 22%. Okay, simple question ആണ്, വളരെ important ആണ്. So listen properly. We have Z is equal to a square b cube c raised to 4 d raised to 1 by 2. So what the percent error in A given, B given, C given, D given. What is the percent error in Z? Tell me. 2 into percent error in A plus 3 into percent error in B plus 4 into percent error in C plus half into percent error in D. It is answer. Then put the values. 2 into what is the percent error in A? 1%. 3 into percent error in B? 2%. 4 into percent error in C? 3%. Half into percent error in D? 4%. You calculate. You will get the answer as 22%. അടിപൊളിയല്ലേ? നല്ല സിമ്പിൾ അല്ലേ ഇത്? ഇപ്പം ശ്രദ്ധിക്കണം, പവറുകളെല്ലാം എന്താണെന്ന് നോക്കണം, പോസിറ്റീവ് ആണോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിവിടെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, വായിക്കൂ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ പെർസെന്റ് എറർ ഇൻ വോളിയം എന്ന് തുടങ്ങുന്ന ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കൂ, പെട്ടെന്ന് വായിക്കൂ.
വായിച്ചോ എന്താണ്? വാട്ട് ഈസ് എ പെർസെൻറ്റേജ് എറർ ഇൻ വോളിയം ഓഫ് എ സിലിണ്ടർ, യൂണിഫോം സിലിണ്ടർ, ഇഫ് പെർസെൻറ്റേജ് എറർ ഇൻ റേഡിയസ് ഈസ് 1% ആൻഡ് പെർസെൻറ്റേജ് എറർ ഇൻ ലെങ്ത് ഈസ് 2%. സി ഞാൻ എഴുതാം. പെർസെൻറ്റേജ് എറർ ഇൻ റേഡിയസ് ഈസ് equal to 1%. Percentage error in length, percentage error in length is equal to 2%. Then question, what is a percentage error in volume? That's a question. So it is a question. Cylinder ആണ് സാധനം. What is a percentage error in volume? സിലിണ്ടറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പറയൂ. മോശമാണ്, ആരും കാണരുത്. 1ാം ക്ലാസ്സിൽ കണ്ട പഠിച്ച ഇക്വേഷൻ ആണ്. പെട്ടെന്ന് പറയാനാണോ ഇല്ലാതെ ഇരിക്കുകയാണ് അവിടെ ചിരിച്ചോണ്ട്. നോക്ക്, പെട്ടെന്ന് പറയൂ. സിലിണ്ടറിന്റെ വോളിയം എന്താ? വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ? πr²L. πr²L. ഓക്കെ. ഇനി എല്ല് പാവം എല്ലല്ലേ, എല്ലിന്റെ മണ്ടയിലൊന്നുമില്ല, അപ്പൊ വെറുതെ നമ്മൾ 1 ഇട്ട് കൊടുക്കാം. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ പറയൂ. വാട്ട് ഈസ് എ പെർസെൻറ്റേജ് എറർ ഇൻ വി? പെർസെൻറ്റേജ് എറർ ഇൻ വി ഈക്വൽ ടു, ഈ സൈഡിൽ നോക്കിയാൽ പോരെ, പൈ ഒരു കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് മിസ്റ്റേക്ക് ഇല്ല, അതാണ് നമ്മുടെ അസംഷൻ. അപ്പൊ ഇതിനെ നോക്കണ്ട. അപ്പൊ പറയൂ 2 ഇൻറ്റു പറഞ്ഞോ പെർസെൻറ്റേജ് എറർ ഇൻ ആർ പ്ലസ് 1 ഇൻറ്റു പറയൂ 1 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ എൽ പോരെ. അപ്പൊ ഒന്നുകൂടെ പെർസെൻറ്റേജ് എറർ ഇൻ വി കാണാൻ പൈ കോൺസ്റ്റന്റ് ആണ്, അതിനകത്ത് മിസ്റ്റേക്ക് ഇല്ല. സി 2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ ആർ പ്ലസ് 1 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ എൽ. വാല്യൂസ് ഇടുക. 2 into, what is the percentage error in R? 1% plus 1 into, what is the percentage error in L? 2%. So listen here. So 2%, 2 into 1, 2 plus 1 into 2, 2. 2% plus 2%. What is your answer? 4%. So this is a percentage error in volume. So simple question once again. Percentage error in radius given, percentage error in length given. What is a percentage error in volume of your cylinder? So what is the equation to calculate volume of a cylinder? Volume is equal to πr²L. No problem. See, over this L, so we are putting the power as 1. Then what is the percentage error in volume? Tell me. Pi is a constant, so we assume that there is no mistake. So 2 into percentage error in R plus 1 into percentage error in L. See, is equal to 2 into percentage error in R 1% plus 1 into percent error in L 2%. So you are getting your answer as 4%. പാടാണോ? നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കൂ, പെട്ടെന്ന് വായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ തൊട്ടടുത്ത് ഇതേ മോഡലാണ്. എന്താണ്? The density of a solid is measured by measuring its mass and volume. ഒരു സോളിഡിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പോകുന്നു. ഒരു സോളിഡിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പോകുന്നു കേട്ടോ. സോ ബൈ മെഷറിംഗ് ഇറ്റ്സ് മാസ് ആൻഡ് വോളിയം. പെർസെന്റ് എറർ ഇൻ മാസ് ഗിവൺ. സോ പെർസെന്റേജ് എറർ ഇൻ മാസ്. വാട്ട് ഈസ് എ പെർസെന്റ് എറർ ഇൻ മാസ്? 3%. Then percentage error in volume. So percentage error in volume is equal to how much? 1%. Then what is a percentage error in density? Percentage error in density. ഡെൻസിറ്റിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലെറ്റർ കൊടുക്കുക. ഞാനൊരു ലെറ്റർ കൊടുത്തോട്ടെ. റോ. അതാണ് ഇങ്ങനെ റോ റോ ഇങ്ങനെ കണ്ടോ? റോ എന്താ പേര്? റോ 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 റോ. സേ റോ. സോ വാട്ട് ഈസ് എ പെർസെന്റ് എറർ ഇൻ ഡെൻസിറ്റി? ഓക്കെ. സോ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. ഡെൻസിറ്റി 1ാം ക്ലാസ് പഠിച്ച ഇക്വേഷൻ പെട്ടെന്ന് പറയൂ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു പറയൂ. ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. മാസ് ഡിവൈഡഡ് ബൈ വോളിയം. പാവമല്ലേ മാസും വോളിയവും? രണ്ടിനും പവർ ഒന്നും ഇല്ലല്ലേ? അപ്പൊ നമുക്കിവിടെ 1 ഇട്ട് കൊടുക്കാം. പാവമല്ലേ? ഓക്കെ. ഇനി വാട്ട് ഈസ് എ പെർസെന്റേജ് എറർ ഇൻ റോ? ഇതല്ലേ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ പെർസെന്റ് എറർ ഇൻ റോ? പറയൂ. 1 ഇൻറ്റു പറയൂ പെർസെന്റേജ് എറർ ഇൻ മാസ് പ്ലസ് 1 ഇൻറ്റു പറയൂ പെർസെന്റേജ് എറർ ഇൻ വി. എന്തെങ്കിലും പ്രയാസം ഉണ്ടായത് നോക്കൂ. 1 ഇൻറ്റു വാട്ട് ഈസ് എ പെർസെന്റ് എറർ ഇൻ എം? 3% പ്ലസ്
1 into, what is the percent error in V? 1%. So, 1 into 3, 3% plus 1 into 1, 1%. So, you are getting your answer as 4%. Very nice question. So, once again, percent error in mass given, percent error in volume given. So, you have to calculate percent error in density. What is the equation to calculate density? Density is equal to mass by volume, no problem. See, over this mass and volume, you are putting power as 1. So, what is the relative, what is the percent error in rho? Percent error in rho is equal to 1 into percent error in M plus 1 into percent error in V. So, 1 into, what is the percent error in M? 3% plus 1 into, what is the percent error in V? 1%. So, 1 into 3, 3, 1 into 1, 1. So, you are getting your answer as 4%. നല്ല സിമ്പിളാണ്. അപ്പോൾ ഇത് നമ്മുടെ ആൾക്കാർ തെറ്റിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ താഴെ വരുമ്പോഴത്തേക്ക് ഇതിനെ നെഗറ്റീവ് പവറൊക്കെ കയറ്റി എഴുതിയിട്ട് ആ നെഗറ്റീവ് ഇട്ടൊക്കെ ആളുകൾ എഴുതി കളയും. താഴെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് 1 ഇൻറ്റു ഡെൽറ്റ എം ബൈ എം മൈനസ് ഒക്കെ ഇട്ട് കളയും. ഈ ഡിവൈഡഡ് ബൈ ആകുമ്പോഴേ നമ്മൾ ഈ പഴയ A/m ബൈ A/n മനസ്സ് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്ത് കളയരുത്. അപ്പം ഇതുപോലെ ഇപ്പോൾ എററിനകത്ത് എപ്പോഴും എന്ത് സൈനേ ഇടാവൂ? പോസിറ്റീവ് സൈനേ ഇടാവൂ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. തൊട്ടടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളാണ്, പെട്ടെന്ന് വായിക്കൂ. വായിച്ചോ? Finds the maximum percentage error in resistivity rho. റെസിസ്റ്റിവിറ്റിയുടെ ലെറ്ററും നമുക്ക് റോ ആണ് നമ്മൾ റെസിസ്റ്റിവിറ്റിക്ക് ഉപയോഗിക്കുന്ന ലെറ്റർ. ഡെൻസിറ്റിക്ക് ചിലപ്പോൾ റോ ഉപയോഗിക്കും, ചിലപ്പോൾ ഡെൻസിറ്റി ഡെൽറ്റ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന ലെറ്റേഴ്സ് അങ്ങ് ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേക ഗവേഷണമൊന്നും നടത്തണ്ട. പിന്നെ നിങ്ങൾ പുതിയതായിട്ട് ഒരെണ്ണം റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കാൻ നോക്കണ്ട. കാരണം മിക്കവാറും ഉള്ളതെല്ലാം ഇൻ്റർനാഷണൽ നൊട്ടേഷനാണ്. ആൾ ഓവർ ദ വേൾഡ് ഫോളോ ചെയ്യുന്ന ഒരു റൂൾ അനുസരിച്ച് അങ്ങ് പോകുന്നു. പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ അവർ മാറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിനെപ്പറ്റി ഒന്നും ഓർത്ത് ബോധറേഷൻ വേണ്ട. സി, ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കുന്നതിനകത്തുള്ള പെർസെൻറ്റേജ് എറർ എത്രയെന്ന്. സി, പെർസെൻറ്റേജ് എറർ ഇൻ റെസിസ്റ്റിവിറ്റി റോ ഇതെത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ദെൻ റെസിസ്റ്റിവിറ്റി തന്നിട്ടുണ്ട്. റോ ഈസ് ഈക്വൽ ടു, റോ ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് ദിസ് ഫോർമുല പൈ ആർ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്നാണ്. ഓക്കെ, ഈ പാവപ്പെട്ട എക്സിൻ്റെയും എല്ലിൻ്റെ മണ്ടയിൽ 1 ഇട്ടേക്കാം നമുക്ക്. 1. ഓക്കെ, ഇവിടെ ഇരുന്നോട്ട്. ദെൻ ആർ തന്നിട്ടുണ്ട് അല്ലേ? ആർ, വാട്ട് ഈസ് ആർ? ആർ ഈസ് ഈക്വൽ ടു, പറയൂ, 0.28 പ്ലസ് ഓർ മൈനസ് 0.02 സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? ഇപ്പോൾ ആറ് തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് വയർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം തന്നാൽ നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം, ഇത് ഒറിജിനലും ഇത് അതിനകത്തുള്ള മിസ്റ്റേക്കുമാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ വേണം എഴുതാൻ. ഇതിനകത്ത് ആർ എന്ന് പറയുന്നത് 0.28 സെന്റിമീറ്ററും ഡെൽറ്റ ആർ എന്ന് പറയുന്നത് 0.02 സെന്റിമീറ്ററും എന്ന് എടുത്തോണം. അപ്പോൾ ഇങ്ങനെ തന്നാൽ ഇപ്പൊ ഇത് എൽ എന്നായിരുന്നെങ്കിലോ, ഇത് എല്ലും ഇത് ഡെൽറ്റ എല്ലും ആയനെ. ഓക്കെ, ഇത് എ എന്നാണെങ്കിലോ, ഇത് എയും ഇത് ഡെൽറ്റ എയും. ആ മോഡൽ എടുത്തോണം. ഇനി വേറെന്താ തന്നിട്ടുണ്ട്? എക്സ് തന്നിട്ടുണ്ട്. അവര് എക്സ് ഇസ് ഈക്വൽ ടു, പറയൂ, 16 പ്ലസ് ഓർ മൈനസ് 1 ഓം എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഏത് ലെറ്റർ ആണ്? ഓമോ? ഓമല്ല, ഇത് ഏത് ലെറ്ററാണ്? ഒമേഗയാണ്. ഈ ലെറ്റർ ഏതാണ്? ഒമേഗയാണ്. 2 ഒമേഗയുണ്ട്. ഇതും ഒരു ഒമേഗയാണ്, ഇതും ഒരു ഒമേഗയാണ്. ഓക്കെ, ഈ ഒമേഗ എന്നാൾ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒമേഗ, ഇത് 2 ഒമേഗ തന്നെയാണ്. ഒന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഉപയോഗിക്കില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ഒന്ന് ക്യാപിറ്റൽ ലെറ്ററും ഒന്ന് സ്മോൾ ലെറ്ററും. സോ ലിസൺ, സോ എക്സ് ഇസ് ഈക്വൽ ടു 16 പ്ലസ് ഓർ മൈനസ് ഓം. ഇങ്ങനെ തന്നാൽ നമ്മൾ ഇത് എക്സും ഇത് ഡെൽറ്റ എക്സും ആണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 16 ഓം. അടുത്ത ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു 1 ഓം. ഇങ്ങനെ എടുത്തോണം. ഇനി അടുത്ത ഏതാണ് തന്നിരിക്കുന്നത്? എൽ തന്നിട്ടുണ്ട്. എൽ ഈസ് ഈക്വൽ ടു, പറയൂ, 54 പ്ലസ് ഓർ മൈനസ് 0.1 സെന്റിമീറ്റർ എന്നാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതും? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു 54 സെന്റിമീറ്റർ. അടുത്ത എൽ ഈസ് ഈക്വൽ ടു 54 സെന്റിമീറ്റർ. അടുത്ത ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു 0.1 സെന്റിമീറ്റർ.
ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ എൽ ആയിട്ട് ഇതിനെ എടുക്കണം, ഇതിൻ്റെ ഡെൽറ്റ എൽ. ഇതുവരെ സംശയമുണ്ടോ? നോക്കൂ, വാട്ട് ഈസ് എ പെർസെന്റ് എറർ ഇൻ റെസിസ്റ്റിവിറ്റി? ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. See, resistivity can be calculated using this formula. Okay, this is a formula they have given. See, it is given R equal to this. In such a case, you have to consider this as R, this as delta R. No problem. Then X is given. So in that case, this is X, this is delta X. Then L is given. This is L, that is delta L. Okay. Now, what is the answer? What is a percentage error in resistivity? ഇനി നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. What is a percentage error in resistivity? നോക്കി പറയൂ. Percentage error in resistivity is equal to pi പാവം കോൺസ്റ്റന്റ്. പറയൂ. 2 into പറയണം. Percentage error in പെട്ടെന്ന് percentage error in R പ്ലസ് അടുത്ത 1 into percentage error in X പ്ലസ് അടുത്ത 1 into percentage error in L. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഇതിനകത്ത് വാല്യൂ ഇട്ട് കൊടുക്കുക. സോ 2 into what is a percentage error in R? Percentage error in R എങ്ങനെ കണ്ടുപിടിക്കും? റിലേറ്റീവ് എറർ ഇൻ R into 100%. അത്രയല്ലേ ഉള്ളൂ. പറയൂ പെട്ടെന്ന്. റിലേറ്റീവ് എറർ ഇൻ R, ഞാൻ ഒരു സ്റ്റെപ്പ് ചുമ്മാ എഴുതാണ്. റിലേറ്റീവ് എറർ ഇൻ R into 100%. ഈ സ്റ്റെപ്പിന്റെ ആവശ്യം യഥാർത്ഥത്തിലില്ല. പ്ലസ് അടുത്ത 1 into percentage error in X എങ്ങനെ എഴുതും? റിലേറ്റീവ് എറർ ഇൻ X into 100% പ്ലസ് 1 into പറയൂ percentage error in L പറയണം. റിലേറ്റീവ് എറർ in L into 100%. ഈ സ്റ്റെപ്പ് യഥാർത്ഥത്തിൽ വേണ്ട. ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. സോ 2 into പറയൂ റിലേറ്റീവ് എറർ ഇൻ R എങ്ങനെ എഴുതും? റിലേറ്റീവ് എറർ ഇൻ R ഡെൽറ്റ R ബൈ R ഇൻറ്റു 100% പ്ലസ് ബാക്കി 1 into പറയൂ റിലേറ്റീവ് എറർ ഇൻ X എങ്ങനെ എഴുതും? ഡെൽറ്റ X ബൈ X ഇൻറ്റു 100% പ്ലസ് അടുത്ത പറയണം 1 into പറയൂ 1 into റിലേറ്റീവ് എറർ ഇൻ L എങ്ങനെ എഴുതും? ഡെൽറ്റ L ബൈ L ഇൻറ്റു 100%. ഇനി നിങ്ങൾ വാല്യൂസ് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് വാല്യൂ ഇടുക. 2 into പറയൂ വാട്ട് ഈസ് ഡെൽറ്റ R? 0.02 ഡിവൈഡഡ് ബൈ R 0.28 ഇൻറ്റു 100%. അടുത്ത പ്ലസ് 1നെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അടുത്ത ഡെൽറ്റ X എത്രയാ? വാട്ട് ഈസ് ഡെൽറ്റ X? 1 ഡിവൈഡഡ് ബൈ X എത്രയാ? 16 ഇൻറ്റു 100%. പ്ലസ് അടുത്ത ഡെൽറ്റ L എത്രയാ? വാട്ട് ഈസ് ഡെൽറ്റ L? 0.1 ഡിവൈഡഡ് ബൈ L എത്രയാ? വാട്ട് ഈസ് L? 54 ഇൻറ്റു 100%. അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. നോക്കൂ, ഇവിടെ മേലും താഴെയും 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എത്രയായി? 2 into 2/28 എന്നായി. ഇൻറ്റു 100% പ്ലസ് ഇവിടെ ഒന്നും ചെയ്യേണ്ട 1/16 ഇൻറ്റു 100%. പ്ലസ് ഇതിനെ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ 100 എന്തെങ്കിലുമൊക്കെ ചെയ്യുക. 10 കൊണ്ട് ഇൻറ്റു ചെയ്യട്ടെ പറ. അപ്പോൾ എത്രയായി? 1/540 ഓക്കെ ഇൻറ്റു 100%. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതുപോലെ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ മേലും താഴെ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇത് എത്ര വരും? 1/7 എന്ന് വരൂലേ? ഇൻറ്റു 100% പ്ലസ് ഇത് 1/16 ഇൻറ്റു 100%. അടുത്ത പ്ലസ് ഇത് ഓരോ 0 കട്ട് ചെയ്ത് പോയി. അപ്പോൾ എന്ത് വരും പറയൂ? അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ തന്നെ ഇട്ടോ. 1/540 ഇൻറ്റു 100%. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 100/7 കണ്ടുപിടിക്കുക പ്ലസ് 100/16 കണ്ടുപിടിക്കുക പ്ലസ് 100/540 കണ്ടുപിടിക്കുക. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് യുവർ ഫൈനൽ ആൻസർ. ഇറ്റ് ഈസ് 20.7%. കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളേ ഉള്ളൂ. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ദ എൻറ്റയർ തിങ്സ് വൺസ് അഗെയിൻ. See, what is our question? What is a percentage error in resistivity? What is a percentage error in resistivity? Rho. Resistivity rho is equal to, tell me, pi r square x by L. It is a thing given in question. See, over x we are putting 1, over L we are putting 1. No problem.
then it is given r equal to this, x is equal to this, L equal to this. So if something is given like this will be r, this will be delta r. Then if this is x and that is delta x. This is L, that is delta L. Okay. Then what is the percentage error in rho? Percentage error in rho equal to, you don't mind this constant. So 2 into percentage error in r plus 1 into percentage error in x plus 1 into percentage error in L. Okay. Then how will you write percentage error in r? Relative error into 100%. So so tell me, 2 into percentage error in r, relative error into 100, delta r by r into 100%. Then 1 into delta x by x into 100%. 1 into delta L by L into 100%. Ini value you will get your answer as 20.7%. നല്ല ക്വസ്റ്റൻ അല്ലേ ഇത്? അടിപൊളിയല്ലേ? ഇതൊക്കെ എക്സാമിന് ചോദിക്കും, എൻട്രൻസിനൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അതിനെ തൊലച്ച് വയ്ക്കരുത്. അപ്പോൾ നല്ല ക്വസ്റ്റൻ ആണ്. സേ റീഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ. ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്, വായിക്കൂ. വെറും സിമ്പിൾ. വലുത് ചെയ്തതിൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റൻ. പെട്ടെന്ന് വായിക്കും. ഓക്കെ, വായിച്ചോ? എന്താണ് ക്വസ്റ്റ്യൻ? The temperature of two bodies are 20 degree plus or minus 0.5 degree. So temperature T1 is equal to 20 degrees Celsius plus or minus 0.5 degrees Celsius. Okay. Temperature 2 is equal to 50 degree Celsius plus or minus 0.5 degrees Celsius. Okay, no problem. Find the temperature difference with the maximum mistake. Adale, temperature difference. What is the difference between the temperatures? So difference kandupidikanam. What is the difference? Okay, so which is bigger number? 50. The other number 20. Okay, so 50 minus 20, 30. So 30 degrees Celsius is the difference. Then you have to include the mistake in it. What is the maximum mistake in difference? Mistake in first number plus mistake in second number. So what is the mistake in first number? 0.5. Mistake in second number? 0.5. 0.5 plus 0.5? 1. So 1 degree Celsius. So your final answer is 30 degrees Celsius plus or minus 1 degree Celsius. So this way you have to write. This is simple alle? Nalla question alle? So once again, we have two temperatures. Okay, so temperatures are given with a mistake in it. Then see what is the difference between the two temperatures. See what is the difference? Bigger temperature minus smaller temperature. You are getting 30 degrees Celsius. Then while taking difference, what is the mistake in it? What is the maximum mistake in it? Mistake in first number plus mistake in second number. It is 0.1. 1 degree. So final answer 30 degrees Celsius plus or minus 1 degree Celsius. സിമ്പിൾ അല്ലേ? നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളായിരുന്നു അല്ലേ ആദിത്യൻ? അപ്പോൾ നമ്മളെ കളിയാക്കിയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. അത് അടുത്ത സെക്ഷനിൽ കിടപ്പുണ്ട്, നോക്കൂ. The length and breadth of a thin rectangular sheet are measured എന്ന് പറഞ്ഞൊരു തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ. പെട്ടെന്ന് വായിക്കും. ഞാൻ വായിക്കാം. The length and breadth of a thin rectangular sheet are measured using meter scale as 16.2 centimeter, 10.1 centimeter. Find out the uncertainty or error in the estimation of area of a sheet. Okay, area of the sheet. See, we have a rectangular sheet. Its length is 16.2 centimeter. Its breadth is 10.1 centimeter. These are measured using a meter scale. Meter scale. ശരിയല്ലേ? മീറ്റർ സ്കെയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്കെയിലില്ലേ? അപ്പോൾ ആ സ്കെയിൽ മീറ്റർ സ്കെയിലാണ്, സാധാരണ സ്കെയിൽ. പണ്ട് നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ 3ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ടീച്ചർ പറയും, അല്ലെങ്കിൽ 5ാം ക്ലാസ് ആയിക്കോട്ടെ, ഡ്രോ എ ലൈൻ സെഗ്മെന്റ് ഓഫ് 5 സെന്റിമീറ്റർ. ടീച്ചർ ഇട്ട പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അതൊക്കെ അന്ന് നമുക്ക് ഭയങ്കര
പ്രോബ്ലങ്ങളായിരുന്നു അല്ലേ. ഡ്രോ എ ലൈൻ സെഗ്മെന്റ് ഓഫ് 5 സെന്റിമീറ്റർ. അപ്പോൾ നമ്മുടെ രാഹുൽ വരച്ചോണ്ട് പോയി. രാഹുൽ വരച്ചോണ്ട് പോയപ്പോഴത്തേക്ക് ടീച്ചർ അളന്നു നോക്കിയപ്പോഴത്തേക്ക് അത് 5.1 സെന്റിമീറ്റർ ഉണ്ടായിരുന്നു. എന്നാലും ടീച്ചർ ടിക്ക് കൊടുത്തു, കണ്ടോ, ടിക്ക് കൊടുത്തു. എന്നിട്ട് രാഹുലിന് സ്റ്റാർ ഒക്കെ ഇട്ട് കൊടുത്തു, കണ്ടോ, സ്റ്റാർ, രാഹുലിന്റെ സ്റ്റാർ കണ്ടോ, 2 സ്റ്റാർ ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി അടുത്ത് തൊട്ടടുത്ത നമ്മുടെ അബ്ദുള്ള കൊണ്ടുപോയപ്പോഴത്തേക്ക് അബ്ദുള്ള വരച്ച ലൈൻ സെഗ്മെന്റ് 4.9 ഉള്ളായിരുന്നു, 4.9 സെന്റിമീറ്റർ ഉള്ളായിരുന്നു. ടീച്ചർ അളന്ന് നോക്കിയപ്പോൾ 4.9 ആണ് കണ്ടത്. ടീച്ചർ പറഞ്ഞത് 5 വരയ്ക്കാനാ, അവൻ 4.9 വരച്ചോണ്ട് പോയി. അപ്പോഴും ടീച്ചർ പാവല്ലേ ടിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവനും എത്ര സ്റ്റാർ കൊടുത്തു? 2 സ്റ്റാർ കൊടുത്തു. ഓക്കെ. അതിന്റെ പിറകെ നമ്മുടെ ശ്രീകുട്ടൻ കൊണ്ടുപോയപ്പോഴത്തേക്ക് ശ്രീകുട്ടൻ കറക്റ്റായിട്ട് 5 സെന്റിമീറ്റർ കൊണ്ടുപോയി. ഷാർപ്പ്. ടീച്ചർ ഞെട്ടിപ്പോയി, ഇത്രയും ബുദ്ധിയുള്ള ശ്രീകുട്ടനോ. ടിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നോക്കൂ, 5 സ്റ്റാർ ഇട്ട് കൊടുത്തു, കണ്ടോ, ശ്രീകുട്ടൻ 5 സ്റ്റാർ ഇട്ട് കൊടുത്തു, കണ്ടോ. എന്നിട്ട് അന്നൊക്കെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇത് വീട്ടുകാരെയൊക്കെ കാണിച്ച് നമ്മൾ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞു. കണ്ടോ, എനിക്ക് 5 സ്റ്റാർ കിട്ടി ടീച്ചർ, എനിക്ക് 5 സ്റ്റാർ കിട്ടി, കണ്ടോ, 5 സ്റ്റാർ ആണ്, ഞാൻ പുലിയാണ് എന്ന് കാണിച്ചില്ലായിരുന്നോ പണ്ട്? എന്നാൽ നമ്മൾ വാവയില്ലായിരുന്നോ? ഇനി അടുത്തത് അതിൻ്റെ തൊട്ട് പിറകെ നമ്മുടെ ഗൗരി ശങ്കർ ലൈൻ സെഗ്മെന്റ് വരച്ചുകൊണ്ട് കാണിച്ചു. നോക്കൂ, 5.2 സെന്റിമീറ്റർ ആണ് അവൻ വരച്ചത്. ടീച്ചർ അപ്പോഴെ തന്നെ വെട്ടിയും കൊടുത്തിട്ട് അടുത്ത ദിവസം അച്ഛനെയും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വായി നോക്കൂ, ഇവിടെ 5 സെന്റിമീറ്ററിന്റെ ലൈൻ സെഗ്മെന്റ് ആണ് വരയ്ക്കാൻ പറഞ്ഞത്. 5.1 വരച്ചവനെ ടിക്ക് ചെയ്തു, 4.9 വരച്ചവനെ ടിക്ക് ചെയ്തു, 5 വരച്ചവനെ ടിക്ക് ചെയ്തു. പക്ഷെ 5.2 വരച്ചവനെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വായി. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് റീസൺ? അവിടെ ഉപയോഗിച്ച മെഷറിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് മീറ്റർ സ്കെയിൽ അല്ലേ. മീറ്റർ സ്കെയിൽ വെച്ച് ഒരു മെഷർമെന്റ് എടുത്താൽ അതിനകത്ത് 0.1 സെന്റിമീറ്ററിന്റെ മിസ്റ്റേക്ക് ആണ് മാക്സിമം അലൗഡ് ആയിട്ടുള്ളത്. അപ്പം 0.1 സെന്റിമീറ്റർ വരെ മിസ്റ്റേക്ക് വരാം. അപ്പോൾ 5 എന്ന് വരച്ചവൻ ചിലപ്പോൾ 5.1 ഒക്കെ ആയിപ്പോവാം, അല്ലെങ്കിൽ 4.9 ഒക്കെ ആയിപ്പോവാം. അപ്പൊ അതൊന്നും മിസ്റ്റേക്ക് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. പക്ഷേ ഇതിനേക്കാളും കൂടിയ മിസ്റ്റേക്ക് വരച്ചോണ്ട് വന്നു, അവന് വീട്ടിൽ നിന്ന് അച്ഛനെയും വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ശരിയല്ലേ? ഇതല്ലേ സംഭവിച്ചേ? അപ്പോൾ വാട്ട് ഈസ് എ മിസ്റ്റേക്ക് അലൗഡ് ഇൻ ദ കേസ് ഓഫ് എ മീറ്റർ സ്കെയിൽ? വാട്ട് ഈസ് ഇറ്റ്? 0.1 സെന്റിമീറ്റർ. ഓക്കെ ആണേ. അപ്പോൾ മീറ്റർ സ്കെയിൽ വെച്ച് വരാവുന്ന മാക്സിമം മിസ്റ്റേക്ക് എത്രയാണ്? 0.1 സെന്റിമീറ്റർ ആണ്. കഥയെല്ലാം മനസ്സിലായല്ലോ? See, what is a measuring device used here? Meter scale. What is a maximum mistake while taking a measurement using a meter scale? So it is 0.1 centimeter. Don't forget. See, keep in mind. See, what is a maximum permissible mistake in the case of a meter scale? 0.1 centimeter. No doubt. Now tell me. See, we have a rectangular sheet. What is the length of the sheet? Length of the sheet is 16.2 centimeter. Breadth is 10.1 centimeter. Both measured using meter scale. So what is the mistake? Mistake is 0.1 centimeter. What is a mistake? 0.1 centimeter. So what is a mistake in length? It is 0.1 centimeter. What is a mistake in breadth? It is 0.1 centimeter. No problem. So mistake allowed is 0.1. No problem. Then see, you have to calculate the area of the sheet. Area of the sheet, rectangular sheet, area is length into breadth. Pavam L beam, mandal 1 to 2. So tell me, what is our question? Find the uncertainty or error in the estimation of area. See, you have to calculate the percentage error in area. Percentage error in area. Or you calculate relative error. എന്നാലും arithmetic ഇല്ല. So you calculate uncertainty or error in area എന്നല്ലേ ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ ബെറ്റർ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുക. See, what is a percentage error in A? Tell me. Percentage error in A is equal to 1 into percentage error in L plus പറയൂ 1 into percentage error in B. ഇനി ബാക്കി പറയണം. 1 നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. വാട്ട് ഈസ് എ പെർസെന്റ് എറർ ഇൻ എൽ? റിലേറ്റീവ് എറർ ഇൻറ്റു 100%. പെട്ടെന്ന് പറ. ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100%. അടുത്ത പ്ലസ് വാട്ട് ഈസ് 1 മൈൻഡ് ചെയ്യേണ്ട. പെർസെന്റ് എറർ ഇൻ ബി, റിലേറ്റീവ് എറർ ഇൻറ്റു 100%. റിലേറ്റീവ് എറർ എത്ര? ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100%. ഓക്കെ, പുട്ട് ദ വാല്യൂസ്. വാട്ട് ഈസ് ഡെൽറ്റ എൽ? 0.1 divided by what is L?
16.2 into 100% plus delta B by B. 0.1 divided by, what is B? 10.1, that into 100%. Okay. Then ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? മേലും താഴെയും 10 കൊണ്ടിട്ട് ചെയ്യും, ഇവിടെയും മേലും താഴെയും 10 കൊണ്ടിട്ട് ചെയ്യും. അപ്പോൾ ആൻസർ എത്രയായി? ഈക്വൽ ടു 1/162 into 100% പ്ലസ് അവിടെ എത്രയായി? 1/101 into 100%. ഇതിനി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതല്ലേ ഉള്ളൂ. സോ യു കാൽക്കുലേറ്റ്, യുവർ ആൻസർ ഈസ് 1.61%. So what is a mistake in your answer? Percentage error in final answer. Percent error is 1.61%. ഇതുവരെ ഞാനൊന്ന് പറയാം. So listen, we have a rectangular sheet. It is a length is given, breadth is given. Both measured using a meter scale. So what is the allowed mistake? 0.1. So mistake in L is this one. Mistake in B is also the same one. So what is the equation to calculate area? Area is equal to length into breadth. So over that L, 1, B also 1. So mistake in percent error in A equal to 1 into delta percent error in L plus 1 into percent error in B. Then percent error in L, എങ്ങനെ നോക്കരുത്, പെട്ടെന്ന് പറയണം. Relative error into 100%. Delta L by L into 100%. 1 into percent error in B. Relative error into 100%. Delta B by B into 100%. Put the values. You will get the answer as 1.61%. അപ്പോൾ നമ്മുടെ ഷീറ്റിൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിനകത്ത് എത്രയുടെ മിസ്റ്റേക്ക് ഉണ്ട്? 1.61%. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് എ അൺസർട്ടൻറ്റി ഇൻ ഏരിയ? വാട്ട് ഈസ് എ അൺസർട്ടൻറ്റി ഇൻ ഏരിയ? സി വാട്ട് ഈസ് എ അൺസർട്ടൻറ്റി ഇൻ ഏരിയ? സി അപ്പോൾ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ അതിനകത്ത് എത്രയുടെ മിസ്റ്റേക്ക് വരുമെന്ന് കണ്ടുപിടിക്കണം. സി കാൽക്കുലേറ്റഡ് ഏരിയ, കാൽക്കുലേറ്റഡ് ഏരിയ, ഏരിയ കണ്ടുപിടിച്ചാൽ എത്ര വരും? ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ കണ്ടുപിടിക്കുക. 16.2 into 10.1 എന്ന് അത് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്താൽ 163.62 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ദിസ് ഈസ് എ കാൽക്കുലേറ്റഡ് ഏരിയ. വാട്ട് ഈസ് എ മിസ്റ്റേക്ക്? What is a mistake in it? Mistake is 1.61%. Okay. Then come to the question. What is the uncertainty in area? Uncertainty in area. Uncertainty in area is how much? 1.61% of this one. So 1.61% of 163.62 is equal to 1.61% of 1.61% of into 163.62. Okay, then you multiply, divide by 100, you will get your answer as 2.63 centimeter square. See, the calculated area is how much? 163.62 centimeter square. See, what is the uncertainty in that? 2.63 is not sure. So the original area may be this plus or minus this. Okay, so I will explain. So you have a rectangular sheet. It is a length and breadth are given, both measured using meter scale. So the maximum mistake in it is 0.1. So mistake in measured value is 0.1 centimeter. See, you calculate the area. Area is equal to length into breadth. So what is a percent error area? So 1 into percent error in L plus 1 into percent error in B. You can calculate. So this is a percent error in area. Okay. Then what is a calculated area? See, calculated area is equal to length into breadth. You calculate. So you will get this. So there is 1.61% mistake in it. So you calculate, you got your area. So this is answer you got. In it, there is a mistake of 1.61%. So how much will be the uncertainty in area? So 1.61% of 163.62. That is 1.61% of 163.62. You calculate, you will get your result as 2.63 centimeter square. Nice question. Alle? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.